ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ അതുമല്ല പുറമ്പെന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയവർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ നല്ല സൂപ്പർ ബർഗറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ ബ്രസ്റ്റാണ്. ഇത് നന്നായിട്ട് കഴുകി തുടച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ 2 സവോള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളുള്ളിയാണ് വേണ്ടത്. ഞാൻ 4 വെള്ളുള്ളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി 4 തണ്ട് മല്ലിയില. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വീതം ചിക്കൻ ഇട്ടിട്ട് അധികം പേസ്റ്റ് ആവാത്ത രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരയും ചെയ്യരുത്, തീരെ പീസുകൾ ഉണ്ടാവാനും പാടില്ല. ഇനി 1 ടീസ്പൂൺ oregano ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടീസ്പൂൺ സോയ സോസ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി സോയ സോസിലൊക്കെ ഉപ്പുള്ളതാണ്, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ആദ്യം തന്നെ മസാല മാത്രം ഒന്ന് അരയ്ക്കുക, അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ മസാല അരയാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒത്തിരി നേരം ഒന്ന് അരയ്ക്കേണ്ടി വന്നു. ഇനി ബാക്കിയുള്ള ചിക്കൻ്റെ പീസും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ വേറെ ഒന്നും ഇടുന്നില്ല, ചിക്കൻ മാത്രമേ ഇടുന്നുള്ളൂ. നന്നായിട്ട് അരയാതെ നോക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഇതിൽ പീസുകളായിട്ടൊന്നും കിടക്കുന്നുമില്ല, എന്നാലും നന്നായിട്ട് അരഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. അധികം പേസ്റ്റ് ആവാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പും അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ടീസ്പൂൺ വെച്ചോ കൈ വെച്ചോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് സാൻഡ്വിച്ച് പേപ്പർ എടുത്തിട്ട് 2 സൈഡിലും എണ്ണ പറ്റിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി നമ്മുടെ ബർഗറിൻ്റെ പാറ്റീസ് എല്ലാം ഒരേ അളവിൽ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബ്ബയുടെ നല്ല വട്ടമുള്ള അടപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് ബർഗറിൻ്റെ പാറ്റീസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്, ഫുള്ളായിട്ട് എടുക്കുന്നില്ല. ഇനി ഇത് നേരെ തന്നെ നമുക്ക് ഈ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടുള്ള അടപ്പിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ മതി. ഇനി നമ്മുടെ കയ്യിലൊന്ന് എണ്ണ പറ്റിയതിന് ശേഷം എല്ലാ ഭാഗവും ഒരേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എണ്ണ പറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് പേപ്പർ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് നേരെ തന്നെ അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. എന്നിട്ട് പതുക്കെ അടപ്പൊന്നും ഇട്ട് വലിച്ചെടുത്തിട്ട് ആ ഷീറ്റ് മാറ്റി കൊടുക്കുക. നല്ല ഷേപ്പായിട്ടുള്ള നമുക്ക് ബർഗറിൻ്റെ പാറ്റീസ് കിട്ടും. ഇനി ഒരു സാൻഡ്വിച്ച് പേപ്പറിൻ്റെ ഒരു പീസും കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യാതെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീസറിൽ ഇത് സൂക്ഷിച്ച് വെക്കുന്നത്. നിങ്ങൾ ഇപ്പം തന്നെ ഇത് റെഡിയാക്കാൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സെറ്റായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയെല്ലാം സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് 2-3 ആഴ്ച വരെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. എനിക്ക് 16 പാറ്റീസാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. തിക്നെസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബർഗറിൻ്റെ പാറ്റീസിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബർഗർ പാറ്റീസ് എല്ലാം ഓവർനൈറ്റ് ഫ്രീസറിൽ ഇരുന്നിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി നമുക്കിത് ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് അതിന് ശേഷം ബാക്കിയുള്ള സിപ്പ് ലോക്ക് കവറിൽ ആ ഷീറ്റോട് കൂട്ടി തന്നെ വെക്കണം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് ഇത്ര നേരം നമ്മൾ വെച്ചിരുന്നത് ലോ ഫ്ലെയിമിലാണ്. ഇനി സിമ്മിലാക്കിയതിന് ശേഷം വേണം 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ. 5 മിനിറ്റ് സിമ്മിലിട്ടതിന് ശേഷം ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അധികം ക്രിസ്പി ആവുകയും ചെയ്യരുത്. ക്രിസ്പി ആയി കഴിഞ്ഞാൽ ബർഗറിൻ്റെ പാറ്റീസിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. 2 സൈഡ് കുക്കായാൽ മാത്രം മതി, അല്ലാതെ ഒരിക്കലും ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ റെഡിയാക്കി എടുക്കുക. ഒരു 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. അതിന് ശേഷം ബർഗറിൻ്റെ പാറ്റീസ് വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് മാത്രം അതിന് ശേഷം കുക്ക് ചെയ്താൽ മതി. വെക്കുമ്പോൾ 2 സൈഡും ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവുള്ളൂ. അപ്പോൾ നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ബണ്ണാണ് എടുത്തിരിക്കുന്നത്, ബർഗർ ബണ്ണ്.
പിന്നെ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. മസ്റ്റാർഡ് പേസ്റ്റ് ആണത്. മസ്റ്റാർഡ് പേസ്റ്റ് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല, ഉള്ളതുകൊണ്ട് ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ മയോണൈസാണ്, ചില്ലി മയോണൈസാണ്, നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെറ്റ്യൂസ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചീസ് സ്ലൈസാണ്, ബർഗറിൻ്റെ തന്നെ ചീസ് സ്ലൈസാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ്. ഇഷ്ടമില്ലാത്തവരും ഇടണ്ട, കയ്യിലില്ലാത്തവരും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി 2 ബർഗർ ബണ്ണ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 ബർഗർ ബണ്ണിൻ്റെ അടിഭാഗവും മുകൾഭാഗവും ഒരേ ലെവലിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 2 ബണ്ണിലും നന്നായിട്ട് മയോണൈസ് തേച്ച് കൊടുക്കാം. അത്യാവശ്യം വേണം കേട്ടോ. ഇനി ബണ്ണിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കെച്ചപ്പ് പറ്റി കൊടുക്കാം. ഇതൊക്കെ കുറച്ചധികം തന്നെ ഒഴിക്കണം കേട്ടോ, കാരണം നമ്മുടെ ബർഗറിൻ്റെ പാറ്റീസ് ഓൾറെഡി നല്ല തിക്നെസ്സിലിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ ബർഗറാണ്. പിന്നെ 2 ചീസിൻ്റെ ഷീറ്റ് ഞാൻ വെക്കുന്നുണ്ട്. ഇനി കെച്ചപ്പ് ഒഴിച്ചതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് മസ്റ്റാർഡ് പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഇട്ടുമെന്നുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിലും കെച്ചപ്പും മയോണൈസും ബർഗർ പാറ്റീസും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ബർഗർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. മയോണൈസും കെച്ചപ്പും മസ്റ്റാർഡ് പേസ്റ്റും ഒക്കെ ഞാനൊരു ബട്ടർ നൈഫ് വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ലെറ്റ്യൂസാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 തക്കാളിയുടെ പീസ് സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. തക്കാളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെക്കേണ്ട. തക്കാളി പക്ഷേ ഒന്ന് ബർഗറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി തക്കാളിയുടെ സ്ലൈസിൻ്റെ മുകളിലേക്ക് ഒരു ചീസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ നമ്മൾ ഓൾറെഡി ഇതെല്ലാം കവറൊക്കെ അഴിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കവർ അഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോവുള്ളൂ. പിന്നെ അതുമല്ല, അതിനോട് കൂടിയിട്ട് തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പാറ്റീസ് റെഡിയാക്കുന്നുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചൂടോടെ തന്നെ ആ പാറ്റീസ് എടുത്തിട്ട് ഈ ചീസിൻ്റെ ഷീറ്റിൻ്റെ മുകളിലേക്ക് വെക്കുകയും ചെയ്യാം. ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് പാറ്റീസ് എടുത്തിട്ട് ചീസിൻ്റെ ഷീറ്റിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാറ്റീസിൻ്റെ മുകളിലേക്ക് ചീസിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബർഗർ പാറ്റീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ചീസിൻ്റെ ഷീറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ വ്യത്യാസം ചെഡർ ചീസ് ആയതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെറ്റ്യൂസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ തക്കാളിയുടെ ഒക്കെ പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്താണ് നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബണ്ണിൻ്റെ മുകൾ ഭാഗം എടുത്തിട്ട് പ്രസ് ചെയ്യാത്ത രീതിയിൽ പതുക്കെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്കിത് അടിഭാഗം ഒന്ന് കളർ പോലും മാറാത്ത രീതിയിൽ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനേക്കാൾ ഈസിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നതാണ്. ഇനി നമ്മുടെ ചൂടാക്കി എടുക്കുന്ന പാനിലേക്ക് നമ്മുടെ ബർഗർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊള്ളാത്ത രീതിയിൽ അടയ്ക്കാൻ പറ്റുന്ന ഒരു അടപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മാത്രം സിമ്മിലിട്ടിട്ട് അതിൻ്റെ കളറ് പോലും മാറരുത് കേട്ടോ, അങ്ങനെ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഓവനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഇതിപ്പോൾ ഓവനിലില്ലാത്തവർക്ക് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ചാലും ഇത്രയും ടേസ്റ്റിൽ ബർഗർ കഴിക്കാൻ പറ്റില്ല, ആ കാര്യം ഷുവറാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ ഒരിക്കലും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.